എല്ലാവർക്കും ലുമിനസ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ PSCയുടെ അപ്പർ ഏജ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സാങ്കേതിക വിദ്യ ഇല്ലാതിരുന്ന കാലത്തെ പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. എന്നാൽ ഈ ആധുനിക കാലത്തും വിധി നമ്മളെ തളർത്തിയ ഒരു കാലമുണ്ടായിരുന്നു. COVID-19 എന്ന മഹാമാരി ലോകം മുഴുവൻ സ്തംഭിച്ചപ്പോൾ കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികളുടെ ജീവിതവും സ്തംഭിച്ചു. കോവിഡ് മൂലം നമുക്ക് നഷ്ടപ്പെട്ടത് 2, 3, 4 വർഷങ്ങളല്ല, മറിച്ച് ആയിരക്കണക്കിന് പേരുടെ അവസാന പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ പ്രായപരിധി ഉയർത്തുക എന്നത് വെറുമൊരു ആവശ്യമല്ല, അതൊരു നീതിയാണ്. കോവിഡ് കാലത്ത് അടിവരയിട്ട് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഡിജിറ്റൽ വിഭജനമാണ്. ആ സമയത്ത് ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോണ്, അതുപോലെ നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ ഇതൊക്കെ ഇല്ലാതിരുന്ന സാധാരണക്കാരനെ സംബന്ധിച്ച് പഠനം പാതി വഴിയിൽ തടസ്സപ്പെട്ടു. ബാൻഡ്വിഡ്ത്ത് പരിമിതികളും സാങ്കേതിക തകരാറുകളും പഠനത്തെ താറുമാറാക്കി. ലോക്ക്ഡൗൺ കാരണം കോച്ചിങ് സെൻ്ററുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു. അങ്ങനെ ഗ്രൂപ്പ് സ്റ്റഡികളും ഇല്ലാതായി. ഏകാന്തതയും അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും ഉദ്യോഗാർത്ഥികളെ വേട്ടയാടി. മറ്റൊരു കാരണമെന്ന് പറയുന്നത് സാമ്പത്തിക ആഘാതമാണ്. കോവിഡ് കാരണം വരുമാനം നിലച്ചതോടുകൂടി കുടുംബത്തിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും നടമാടി. ഒത്തിരി പേരുടെ ജോലികൾ നഷ്ടപ്പെട്ടു. അങ്ങനെ കുടുംബത്തിൽ പട്ടിണിയും ആയതോടുകൂടി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഉദ്യോഗാർത്ഥികൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. പരീക്ഷകൾ വൈകി, നോട്ടിഫിക്കേഷനുകൾ മുടങ്ങി, അഡ്വൈസ് മെമ്മോകളും വൈകി. ഇത്തരത്തിൽ നോർമലായി നടക്കേണ്ട നടപടിക്രമങ്ങൾ വർഷങ്ങൾ നീണ്ടുപോയി. ഇതിനിടയിൽ ആയിരക്കണക്കിന് പേർ പ്രായപരിധി അതിക്രമിച്ചു. ഇതൊക്കെ സ്വന്തം തെറ്റുകൊണ്ടല്ല അവർക്ക് സംഭവിച്ചത്, ഈ അവസരം നഷ്ടപ്പെട്ടത്. മഹാമാരി എന്ന പ്രകൃതിക്ഷോഭത്തിന് തുല്യമായ അവസ്ഥയായിരുന്നു കോവിഡ് കവർന്നെടുത്തത്. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ഉൾപ്പെടെ പല കേന്ദ്ര സ്ഥാപനങ്ങളും വിവിധ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സാഹചര്യവും പരിഗണനയും പ്രായപരിധിയിൽ ഇളവ് നൽകിയെങ്കിലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് എന്തുകൊണ്ടായിക്കൂടാ? പെൻഷൻ പ്രായത്തിലുണ്ടായ മാറ്റങ്ങളും കോവിഡ് വരുത്തിയ ഈ വലിയ ആഘാതവും പരിഗണിക്കുമ്പോൾ PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 40 ഉയർത്തണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ്. ചാനൽ കണ്ട് ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നല്ലൊരു മാറ്റത്തിനായി നമുക്ക് കാത്തിരിക്കാം.